Hello guys, welcome back to another class BEGG 171 Media and Communication Skill. Today I am going to deal with Block 1 Introduction to Mass Communication. There the Unit 1 the Concept of Communication. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ് 1 ദ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്ന ബ്ലോക്ക് 1-ലെ ഫസ്റ്റത്തെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ എലമെൻറ്റ്സ്, അതിൻ്റെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച്, പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത്രയും 5 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1-ൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ യൂണിറ്റിലോട്ട് പോവുകയാണ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം എന്താണ് നമുക്കറിയാം. നമുക്ക് നമ്മുടേതായ ഫീലിങ്സ്, ഇമോഷൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന എന്തിൻ്റെ സഹായത്തോടെയാണ്? കമ്മ്യൂണിക്കേഷൻ്റെ സഹായത്തോടെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ സർവൈവലിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു നേഷൻ ലെവലിൽ നോക്കുമ്പം കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം എങ്ങനെയായിരിക്കും? ഓഫ് കോഴ്സ് നേഷൻ്റെ ഡെവലപ്മെൻറ്റ്, പോളിസീസിനൊക്കെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ? അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ ലാംഗ്വേജിനെ മീഡിയം ആക്കിക്കൊണ്ട് ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഇൻഫോർമേഷൻസ് ഒക്കെ എന്താണ് മറ്റൊരാളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വെർബൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വാക്കിലൂടെ അല്ലേ, സംസാരം, ഓറലി ആയിരിക്കാം. ഓറലി ഒക്കെ എന്താണ്? ഓറലി അല്ലെങ്കിൽ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റേഴ്സോ ആക്ഷൻസോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫങ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ. അപ്പോൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്ട? ഐഡിയാസ് ആവാം, അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റിമുലസ് ആവാം, അല്ലെങ്കിൽ പെർസെപ്ഷൻ ആയിരിക്കാം അല്ലേ. ഒരു വ്യക്തിയുടെ പെർസെപ്ഷനോ മെൻ്റൽ സ്റ്റിമുലസിനെയോ നോളജിനെയോ ഇൻസ്ട്രക്ഷനെയോ എന്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻഫോർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഇൻഫോർമേഷൻ മറ്റൊരാളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതിലേക്കും കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുന്നത് പെർസുവേഷനാണ്. പെർസുവേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്? നമ്മൾ ഒരാളെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതിനെയാണ് പെർസുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാം പെർസുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെന്താണ് ഒരു ഇൻഡിവിജ്വലിനെ ഒരു ഐഡിയാസോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ആക്ഷനോ അഡോപ്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ അവരെ ഗൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പെർസുവേഷൻ എന്ന് പറയാം. ഒരു ഇൻഡിവിജ്വലിനെ എന്തെങ്കിലും കാര്യം അഡോപ്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഗൈഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയായിരിക്കും? നമ്മുടെ നിസ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തെറ്റായ രീതിയിൽ നമ്മൾ ഒരാളെ പെർസ്വേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാനിപ്പുലേഷൻ നടക്കുന്നില്ലേ? അപ്പോൾ അതൊരു നെഗറ്റീവാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തേതാണ് ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം വാദപ്രതിവാദത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിബേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻട്രാക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് പരസ്പരം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ എന്താണ് പരസ്പരം അവരെന്ത് ചെയ്യുന്നു? ഓപ്പണായിട്ട് ആ കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അവർ ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ, വാദപ്രതിവാദം ചെയ്യുന്ന ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ എതിർവശത്തിരിക്കുന്ന ആളുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ വാദപ്രതിവാദം നടക്കണമെങ്കിൽ അവിടെ ആര് വേണം? കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഡിബേറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിബേറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ലേ. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബോത്ത് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യാനും ഇമോഷൻസ് മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കമാൻഡോ ആവാം, അതേപോലെ തന്നെ എക്സ്പ്ലനേഷൻ ആവാം അല്ലേ. ഓർഡർ ആവാം അല്ലെങ്കിൽ വിശദീകരണവും ആവാം. അപ്പം ഒരു സൊസൈറ്റി ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും ഇൻസ്ട്രക്ഷൻ ഈ കമ്മ്യൂണിക്കേഷനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതായത് എന്താണ്
നമ്മളൊരു സൊസൈറ്റി ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി, വിദ്യാഭ്യാസം നൽകുന്നതിലേക്ക് വേണ്ടി, ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി, അതേപോലെ സോഷ്യലൈസ് ചെയ്യുന്നതിലേക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒന്നിൽ കമാൻഡ് ആവാം, എക്സ്പ്ലനേഷൻ ആവാം. ഇത് ചെയ്യുന്നതിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് അത്യാവശ്യമാണ്, കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്തായിരിക്കും, മ്യൂസിക്, ഡാൻസ്, കോമഡി, ഇതൊക്കെ ആയിരിക്കും അല്ലേ. ഇതൊക്കെ എന്താണ്, ജനങ്ങളിലോട്ട് എത്തുന്നത് ഏത് മീഡിയത്തിലൂടെ ആയിരിക്കും, മാസ് മീഡിയയിലൂടെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എത്തി നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ഭാഷ വേണമല്ലേ. ഇപ്പോൾ ചാർലി ചാപ്പിൻ്റെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ എന്താണ്, അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, നമുക്കത് മനസ്സിലാക്കി ആസ്വദിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അവിടെ കമ്മ്യൂണിക്കേഷൻ ഏത് ടൈപ്പ് മീഡിയ യൂസ് ചെയ്തിരിക്കുന്നത്, നോൺ വെർബൽ ആണല്ലേ. അവിടെ സൗണ്ടോ വല്ലതും ഉണ്ടോ, ഇല്ല, ജസ്റ്റേഴ്സേ ഉള്ളൂ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, നോൺ വെർബലി ആണെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ചാർലി ചാപ്പിൻ്റെ കേസിൽ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതിലും കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൾച്ചറൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൾച്ചർ. അപ്പോൾ നമുക്കറിയാം ഒരു സൊസൈറ്റിയിലുള്ള കൾച്ചർ ആയിക്കോട്ടെ, നോളജ് ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, അത് മറ്റൊരാളിലേക്ക് എത്തിക്കണം. വേറൊരാളിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മോറോവർ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന എലമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്കമിങ് ജനറേഷന്, വരും തലമുറയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ, ഈ കൾച്ചേഴ്സിനെയൊക്കെ പറ്റി പറഞ്ഞു കൊടുത്ത് ഈ കൾച്ചറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ കൾച്ചറിൻ്റെ പ്രിസർവേഷനും പ്രൊമോഷനും എന്ത് സഹായിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്, അപ്കമിങ് ജനറേഷനിൽ നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്കിത് പ്രിസർവും പ്രൊമോട്ട് ചെയ്യാനും സാധിക്കുന്നു. അടുത്ത ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പല സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കി ഒരുമിച്ച് ഒത്തൊരുമയോടെ അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും എന്ത് സഹായിക്കും, കമ്മ്യൂണിക്കേഷൻ സഹായിക്കും. അപ്പം നമ്മൾ മറ്റുള്ളവരെ പറ്റി പഠിക്കുകയോ അല്ലെങ്കിൽ വായിച്ചറിയുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെയോ കമ്മ്യൂണിക്കേഷൻ അല്ലേ യൂസ് ചെയ്യുന്നത്, വെർബൽ അല്ലെങ്കിൽ നോൺ വെർബലി ആയിരിക്കും. ഒന്നിൽ നമ്മൾ പറഞ്ഞു കേട്ടായിരിക്കും അല്ലെങ്കിൽ വായിച്ചായിരിക്കും അല്ലേ. അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും കമ്മ്യൂണിക്കേഷൻ സഹായിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, ഇൻഫോർമേഷൻ, പെർസ്വേഷൻ, ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ, അടുത്തെന്താണ്, ഇൻസ്ട്രക്ഷൻ, ലാസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്, കൾച്ചറൽ പ്രൊമോഷൻ ആസ് വെൽ ആസ് ഇൻ്റഗ്രേഷനും എന്ത് സഹായിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. 5 എലമെൻറ്റ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെസ്സേജ്. ഓക്കെ, സെക്കൻഡ് വൺ സെൻഡർ, തേർഡ് വൺ ട്രാൻസ്മിഷൻ മീഡിയം അല്ലെങ്കിൽ ചാനൽ എന്ന് പറയും, ഫോർത്ത് വൺ റിസീവർ, ഏറ്റവും ലാസ്റ്റ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്, ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പീസ് ഓഫ് ഇൻഫോർമേഷനെയാണ് എന്തെന്ന് പറയുന്നത്, മെസ്സേജ് എന്ന് പറയുന്നത്. അടുത്തത് കമ്മ്യൂണിക്കേറ്ററിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻഡർ എന്ന് പറയുന്നത്. ഇപ്പം ഞാനാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, സെൻഡർ എന്ന് പറയുന്നത് അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷനെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരയില്ലേ. അപ്പം ഞാനാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സെൻഡർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ പീസ് ഓഫ് ഇൻഫോർമേഷനെ എൻകോഡ് ചെയ്ത് അല്ലേ, എൻ്റേതായ രീതിയിൽ എൻകോഡ് ചെയ്ത് കളക്ട് ചെയ്ത് ഓർഡർ ചെയ്ത് വെക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും, മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ അല്ലേ, ട്രാൻസ്മിഷൻ മീഡിയം അല്ലെങ്കിൽ ചാനൽ എന്ന് പറയുന്നത് എന്താണ്, മീഡിയം ആണല്ലേ. ഒരു മീഡിയത്തിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്തിക്കുന്നു. ഇവിടെ ഞാൻ എന്താണ്, ഓറലി അല്ലേ പറയുന്നത് അല്ലേ. അപ്പം അതെന്തായിരിക്കാം, ഈ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വെർബലും ആവാം നോൺ വെർബലും ആവാം. അപ്പോൾ ഈ ഒരു മീഡിയത്തിലൂടെ ഈ നമ്മൾ ഇൻഫോർമേഷനെല്ലാം എന്ത് ചെയ്യുന്നു, റിസീവർ എന്ന് പറയുന്ന ആരാണ്, നിങ്ങളാണ് അല്ലേ. എൻ്റെ ഈ മെസ്സേജ് എല്ലാം സ്വീകരിക്കുന്ന നിങ്ങളല്ലേ. അപ്പോൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും പറഞ്ഞുതരാം, സെൻഡർ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിഷൻ മീഡിയ അല്ലെങ്കിൽ ചാനൽ, അതെന്ന് പറയുന്ന വെർബൽ ആവാം നോൺ വെർബലി ആയിരിക്കാം. ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു, റിസീവറിലേക്ക് എത്തിക്കുന്നു.
ഈ റിസീവർ ആരാണ്? നിങ്ങളാണ് അല്ലേ, നിങ്ങളല്ലേ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളാണ് റിസീവർ എന്ന് പറയുന്നത്. അപ്പം റിസീവർ എന്ത് ചെയ്യും? ഈ കിട്ടിയ ഇൻഫോർമേഷനെ എല്ലാം എന്ത് ചെയ്യും? കെയർഫുള്ളായിട്ട് റിസീവ്, ആദ്യം എന്ത് ചെയ്യും? അവർ ആ മെസ്സേജിനെല്ലാം റിസീവ് ചെയ്തിട്ട് ഡീകോഡ് ചെയ്യും. അവരുടേതായ രീതിയിലൊക്കെ എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളേതായ രീതിയിൽ മാറ്റും. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, അത് ഡീകോഡ് ചെയ്ത് എടുക്കുന്നു, അതെന്നിട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നു, എന്നിട്ട് നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് റിസീവറിൻ്റെ ജോലി. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാകും അല്ലേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു എന്തോന്നാണ് റെസ്പോണ്ട് നിങ്ങൾ കൊടുക്കും. ചിലപ്പോൾ എന്താണ്, വാവ് എല്ലാം മനസ്സിലായി എന്നുള്ള രീതിയിൽ ഒരു സ്മൈലാവാം, അല്ലെങ്കിൽ ഹെഡ് നോഡിങ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തലയാട്ടുന്നുണ്ടായിരിക്കാം, അത് പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. അതേസമയം നെഗറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്. അതൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത്? 5 എലമെന്റ്സ് എന്ന് പറയുന്നത്. 5 എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മെസ്സേജ്, സെൻഡർ, ട്രാൻസ്മിഷൻ മീഡിയം, റിസീവർ, ഫീഡ്ബാക്ക്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്, അതായത് ദ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. എലമെന്റ്സ്, ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ 7 C's എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. First one content, second one context, third one channel, fourth one clarity, fifth one composition, sixth one contrast, and last 7th one എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി നമുക്കിത് ഇനി ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ കോണ്ടന്റ്. കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ സബ്ജക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകുന്നെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? കോണ്ടന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, സിറ്റുവേഷൻ. നമ്മൾ ഏത് സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ കല്യാണ വീട്ടിൽ ചെന്നിട്ട് മരണ വീട്ടിലെ പോലെ നമ്മൾ ദുഃഖിച്ചെന്നായിരിക്കും എന്തെങ്കിലും ആശംസകൾ പറയുന്നത്? അല്ല. അപ്പോൾ നമ്മൾ സിറ്റുവേഷൻ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കോണ്ടെക്സ്റ്റ്, അതായത് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. സിറ്റുവേഷൻ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. തേർഡ് വൺ ചാനൽ എന്ന് പറയുമ്പോൾ എന്താ? അത് വെർബലും ആയിരിക്കാം, അതേപോലെ നോൺ വെർബൽ മീഡിയവും ആയിരിക്കും അല്ലേ. അപ്പം വെർബലും ആവാം, നോൺ വെർബലും ആവാം. അപ്പം നമ്മൾ വെർബലി നമ്മളൊരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റും അതേപോലെ നോൺ വെർബലി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് ചിലവർക്ക് അത്ര പിടികിട്ടൂല, എന്നാൽ നമ്മൾ കണ്ടൊക്കെ കേൾക്കുന്ന, അതായത് കണ്ട് കേട്ടൊക്കെ ഇൻഫോർമേഷൻ ഗ്രഹിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്റ്റും ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇപ്പം ചാനലും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് മീഡിയമാണ്. നമ്മൾ ഏത് മീഡിയം ഉപയോഗിച്ചാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അപ്പോൾ അത് ആ ഒരു മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കമ്മ്യൂണിക്കേഷൻ്റെ സക്സസ് ഇരിക്കുന്നത്. ഓക്കെ, ഫോർത്ത് വൺ എന്ന് പറയുന്ന ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തത അല്ലേ. ക്ലിയർ ആൻഡ് സിമ്പിൾ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ക്ലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലിയർ ആയിരിക്കണം, അതേപോലെ സിമ്പിൾ ആയിരിക്കണം. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ എന്നൊക്കെ പറയുന്നത് വളരെ സൂക്ഷിച്ച് മീനിങ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ വേണം നമ്മൾ ലാംഗ്വേജൊക്കെ യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, അല്ല നമ്മൾ പണ്ടത്തെ മലയാള ഭാഷയൊക്കെ കൊണ്ടിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവില്ല. അപ്പം ലാംഗ്വേജ് സിമ്പിൾ ആയിരിക്കണം, അതേപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലട, അറേഞ്ച്മെൻറ്റിനെയാണ്. ഇപ്പം നമ്മൾ വിഷ്വലി ആയിക്കോട്ടെ അല്ലെങ്കിൽ റിട്ടേണിലൂടെയാണ് നമ്മൾ നമ്മുടെ ഇൻഫർമേഷനൊക്കെ ഓഡിയൻസിലോട്ട് ഇമ്പാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അത് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, ആ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മുടെ മെസ്സേജിനെ ഓർഗനൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ കഥയുടെ പേര് പറയും, ക്യാരക്ടേഴ്സിനെ പറ്റി പറയും, എന്നിട്ടാണ് നമ്മൾ കഥയിലോട്ട് പോകുന്നത് അല്ലേ. ആ ഒരു അടുക്കും ചിട്ടയാണ് ഇവിടെ കമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സിക്സ്ത് വൺ എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലട, കമ്പാരിസൺ. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ മറ്റേതെങ്കിലും ഒരു വിഷയമായിട്ട്, അത് റെലവൻ്റ് ആയിട്ടുള്ള വിഷയമായിട്ട് എന്ത് ചെയ്ത് കമ്പയർ ചെയ്ത് പറയുന്നതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിയൻസിൻ്റെ അറ്റൻഷൻ നമുക്ക് സീക്ക് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒന്നുമില്ലടാ, ഒരു കണ്ടിന്യൂസ് ഫ്ലോ നമ്മൾ കീപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു റിട്ടേൺ വർക്ക് നമുക്ക് എടുക്കാം. ഒരു റിട്ടേൺ
ഇതെടുക്കുക. അപ്പം റിട്ടേണിൻ്റെ ഇതിലാണെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്ന ഫോർമാറ്റിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫോണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. ഹെഡിങ്ങിന് കൊടുക്കുന്ന ഫോണ്ട് സൈസ് ആയിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങളിലോട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫോണ്ട് ശ്രദ്ധിക്കണം. അടുത്തത് കളർ ശ്രദ്ധിച്ചോണം. ഹെഡിങ്ങിന് ഒരു പ്രത്യേകം കളർ, അങ്ങനെയൊക്കെ. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒന്നുമില്ല ഒരിത്. അടുത്ത് നമ്മൾ പ്രസംഗികൾ ഒരു വെർബലി വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയായിരിക്കും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നത്? ആ ഒരു ഒഴുക്കുണ്ടായിരിക്കും അല്ലേ. നമ്മളിപ്പം ഹെഡിങ് ഒക്കെ പറയും, എന്തെങ്കിലും നമ്മുടെ സബ്ജക്റ്റിൻ്റെ ടോപ്പിക്ക് പറയുമ്പോൾ ഒന്ന് കുറച്ച് ടോണൊന്ന് ഹൈ പിച്ചിൽ പറയുന്നു, സ്ട്രെസ് കൊടുത്ത് പറയുന്നു, അതൊക്കെയാണ്. അല്ലാതെ പിന്നെന്താണ്, കൺസിസ്റ്റൻസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരിക്കലും ഡിസ്ട്രാക്ഷൻ വരാൻ പാടില്ല. ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഫാക്ടർ എന്താണ്? നോയ്സ് ആണ്. നിങ്ങൾക്കില്ല എന്നാലും ജസ്റ്റ് പറഞ്ഞതാണ്, നോയ്സ് ആണ് ഡിസ്ട്രാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വേറൊരു ഇൻട്രപ്ഷൻ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷനിൽ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ എലമെൻറ്റ്സ്. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് ഒന്നുകൂടി ഉണ്ടായിരുന്നു, വിട്ടുപോയി, എന്താണ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റത്തെ യൂണിറ്റിൽ കവർ ചെയ്തത്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.